1 പത്രോസ് 4:7 പരിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതും ആശങ്ക പരത്തുന്നതുമായ സംഭവ വികാസങ്ങൾ നമുക്ക് ചുറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മയുടെ ബാഹ്യരൂപത്തിൽ തിന്മയുടെ ഒളിയമ്പുകൾ പലരെയും എയ്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അബദ്ധ പ്രബോധനങ്ങളും ആത്മീയ മരവിപ്പും തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്ന നാളുകൾ. ആ നാളുകൾ നോഹയുടെ നാളുകൾ പോലെ എന്ന ബൈബിൾ പ്രവചനത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലമുറയിൽ നാം കാണുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളുടെ ആധിക്യവും തീവ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പലരും ലോകത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് കാണുന്നില്ല എന്നതാണ് പ്രശ്നം. നോഹയുടെ കാലത്തെ പോലെ ജീവിതം പതിവ് പോലെ പോകുന്നു. ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു, ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു, ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നു, നാളത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ ഈ സാധാരണ ജീവിതശൈലിയുടെ മറവിൽ അഴിമതി, ദുഷ്ടത, അക്രമം, ആത്മീയ മരണം എന്നിവ വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു. കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് പ്രാർത്ഥനയുടെ കോട്ട തീർത്ത് പിശാചിനും അവന്റെ ദൂതഗണങ്ങൾക്കുമെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ട നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. അപ്രകാരം യുദ്ധസജ്ജരായ ഒരു പ്രാർത്ഥനാ സൈന്യത്തെ കർത്താവിനിന്ന് ആവശ്യമാണ്. കർത്താവിനെ ആശ്വസിപ്പിക്കുന്നവരും ബലിയാന്മാക്കളാകാൻ തയ്യാറുള്ളവരും സഭയെ സ്നേഹിക്കുന്നവരും കർത്താവിന്റെ വിശ്വസ്തരുമായ സ്വർഗത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സൈന്യം. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും ലക്ഷ്യമാക്കി പോർക്കളത്തിലേക്ക് ഇറങ്ങും മുൻപ് യുദ്ധസജ്ജരാകുന്നതിനായി ഒരു ആത്മീയ പരിശീലനം നമുക്ക് ആവശ്യമാണ്. യേശു കൽപ്പിച്ചത് പ്രകാരം വിളഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം സെഹിയോൻ മാളികയിൽ പ്രാർത്ഥനയിൽ ഒരുമിച്ച ആ ആത്മീയ ഒരുക്കത്തിന്റെയും അഭിഷേക നിറവിനായുള്ള തയ്യാറെടുപ്പിന്റെയും പ്രാർത്ഥനാ നാളുകൾ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. പ്രാർത്ഥനയുടെ കൊടുങ്കാറ്റ് വീശിയടിക്കാൻ സമയമായി. നമ്മുടെ കുടുംബങ്ങളിൽ, സഭയിൽ, ലോകം മുഴുവനിലും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറഞ്ഞ് പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും സംരക്ഷിക്കപ്പെടുവാൻ, കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് ആത്മപകർച്ച സ്വന്തമാക്കി സത്യവചനത്തിന് ധീരതയോടെ സാക്ഷ്യം നൽകുവാൻ ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ബ്രദർ സന്തോഷ് കരിമത്ര നയിക്കുന്ന താമസിച്ചുള്ള ധ്യാനം, പ്രയർ സ്റ്റോൺ, പ്രാർത്ഥനയും ആത്മപകർച്ചയും വീക്കെൻഡ് റിട്രീറ്റ്, അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയിൻ കാലം, ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 2026 ഫെബ്രുവരി 5 വ്യാഴം വൈകിട്ട് 4 മണി മുതൽ ഫെബ്രുവരി 8 ഞായർ ഉച്ചയ്ക്ക് 1 മണി വരെ. രജിസ്ട്രേഷന് ബന്ധപ്പെടുക 9847430445 97458000182 7510697439. കുടുംബമായി പങ്കെടുത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ അസുലഭാവസരം പ്രയോജനപ്പെടുത്താം. പ്രാർത്ഥനയാലും ആത്മപകർച്ചയാലും കാലഘട്ടത്തിന്റെ അഭിഷേകം പ്രാപിക്കാം. ഭൂരിപക്ഷം പേരും നിത്യതയെപ്പറ്റിയോ ഓരോ ഹൃദയമിടിപ്പിലും വിധിയുടെ ദിവസത്തിലേക്ക് ഒരു പടി അടുത്തിരിക്കുന്നു എന്ന വസ്തുതയെപ്പറ്റിയോ പരിഗണിക്കുന്നില്ല. അവർ സുവിശേഷ പ്രഘോഷണത്തെ അവഗണിക്കുന്നു, മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കുന്നുമില്ല. അവർ മനസ്സാക്ഷി നിശബ്ദമാക്കുന്നു. അടുത്ത ശമ്പളം, അടുത്ത പാർട്ടി, അടുത്ത അവധി, അടുത്ത വിനോദം. ഇങ്ങനെ നോഹയുടെ കാലത്തെ പോലെ പെട്ടെന്ന് എല്ലാം ഇല്ലാതാകുന്നതുവരെ എല്ലാം തുടരും. ദുഷ്ടതയും അക്രമവും ഇനിയും വർദ്ധിക്കും. അഴിമതിയും ക്രൂരതയും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട തലമുറയിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യഹൃദയങ്ങൾ അന്ധകാരത്തിൽ ഉഴലുന്നു. തിന്മ ആഘോഷിക്കപ്പെടുന്നു. നമ്മുടെ നഗരങ്ങളിലും വീടുകളിലും അക്രമം നിറഞ്ഞിരിക്കുന്നു. കൊലപാതകങ്ങൾ, വെടിവെപ്പുകൾ, യുദ്ധങ്ങൾ, കലാപങ്ങൾ എന്നിവ ദൈനംദിന വാർത്താ തലക്കെട്ടുകളായി മാറിയിരിക്കുന്നു. മനുഷ്യത്വം സമാധാനത്തിൽ നിന്ന് അകലുന്നു. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരമാണ് ഏറ്റവും ഭയാനകമായ കാര്യം. തിന്മയായത് നിയമമാക്കാനായി ആർപ്പുവിളികൾ മുഴങ്ങുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരെന്ന വിശുദ്ധ പൗലോസിന്റെ വിശേഷണം നമ്മുടെ ചുറ്റിലും അന്വർത്ഥമാകുന്നു. ഇപ്പോൾ കരുണയുടെ നാളുകളാണ്.
പക്ഷേ നോഹയുടെ കാലത്തെ പോലെ വാതിലടച്ച് ന്യായവിധി ആരംഭിക്കുന്ന ഒരു സമയം വരും. ചരിത്രം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലേക്ക് നീങ്ങുകയാണ്. ചോദ്യം ഇതാണ്: നാം തയ്യാറാണോ? നാം നിത്യതയിൽ ദൃഷ്ടി പതിച്ചാണോ ജീവിക്കുന്നത്? അതോ ഈ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുകയാണോ? നമ്മുടെ മനസ്സാക്ഷി കഠിനമായി മാറിയിട്ടുണ്ടോ? യേശുവിന്റെ രക്ഷ നാം സ്വന്തമാക്കിയിട്ടുണ്ടോ? മുന്നറിയിപ്പുകൾ നാം അവഗണിക്കുകയാണോ? കരുണയുടെ ഈ നാളുകളിൽ നമുക്ക് കർത്താവിലേക്ക് അണയാം. യേശുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രവചന പൂർത്തീകരണത്തിലേക്ക് ചരിത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യത ഉറപ്പാക്കി ദൈവരാജ്യത്തിനായി അധ്വാനിക്കുന്നവരാകാൻ, അപ്രകാരം അധ്വാനിക്കുന്നവരുടെ കൂട്ടായ്മയെ ബലപ്പെടുത്തുന്ന പ്രയർ സ്റ്റോം ശുശ്രൂഷയിൽ പങ്കുചേരാം. അനേകരെ പങ്കുചേർക്കാം. അങ്ങനെ സ്വർഗത്തെ നിറച്ച് നരകത്തെ കൊള്ളയടിക്കുന്ന ക്രിസ്തുവിന്റെ പോരാളികളാകാം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 5 മുതൽ 8 വരെയുള്ള തീയതികളിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രയർ സ്റ്റോം എന്ന പേരിൽ ധ്യാന ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 10-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു: നിന്റെ കാറ്റ് നീ വീശി. കർത്താവിൻ്റെ കാറ്റായ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിലും ദേശങ്ങളിലും സഭയിലും ആഞ്ഞു വീശുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ദിനങ്ങളാണിത്. പ്രാർത്ഥനയുടെ ആത്മാവായി നമ്മുടെ കുടുംബങ്ങൾ സുഖപ്പെടുവാനും, നമ്മുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടുവാനും, നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുവാനുമായി ഈ ദിനങ്ങളിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളേവരെയും കുടുംബമായി ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പരസ്പരം കണ്ട് ദൈവത്തിൻ്റെ വചനം ഒന്നിച്ച് ധ്യാനിച്ച് ഈ കാലഘട്ടത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം, അതിസ്വാഭാവിക കൃപകൾ സ്വീകരിച്ച് പ്രാർത്ഥനയുടെ ജീവിതങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടാം. ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 4 ദിനങ്ങളിൽ നമുക്കൊന്നിച്ച് ദൈവത്തിന് മുൻപിലായിരിക്കാം. നമ്മളെല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ അവിടെ നമ്മളെ പരിപാലിക്കട്ടെ.